ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തേത് നമ്മുടെ കുടുംബശ്രീൻ്റെ വാർഷികത്തിൻ്റെ വിശേഷങ്ങളുമായിട്ടുള്ളൊരു വ്ളോഗാണ്. അപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച ജൂൺ 14 ഞായറാഴ്ചയായിരുന്നു നമ്മളെ കുടുംബശ്രീൻ്റെ വാർഷികം, നമ്മളെ യമുന കുടുംബശ്രീൻ്റെ വാർഷികം. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ കുറച്ച് വിശേഷങ്ങളെല്ലാം കണ്ടിട്ട് വരാം. രാവിലെ തന്നെ ഞാനും എടുത്തുമ്പോൾ ഇതാ നമ്മളെ വാർഷികം നടക്കുന്നത് നമ്മളെ ശാരദേച്ചീൻ്റെ വീട്ടിലാണ്. അപ്പോൾ മുമ്പ് ഞാനൊരു വീഡിയോ നമ്മളെ വാർഷികത്തിൻ്റെ വീഡിയോ ചെയ്തിട്ട് അത് അത്യാവശ്യം നല്ലോണം റീച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ശാരദേച്ചിൻ്റെ വീട്ടിൽ നിന്ന് തന്നെയായിരുന്നു പിന്നെ വാർഷികം ആഘോഷിച്ചത്. അതായത് ഞാനും എടുത്തുമേലും കുടുംബശ്രീയിൽ കൂടിയിട്ട് ഫസ്റ്റ് വാർഷികമായിരുന്നു. അന്ന് നമ്മൾ ഒരേപോലത്തെ യൂണിഫോം സാരിയെല്ലാം വാങ്ങി ചക്കയും പിന്നെ അതുപോലെ എന്തെല്ലാം ആക്കിയിട്ട് വീഡിയോ നല്ല അത്യാവശ്യം എല്ലാവരും കണ്ടിട്ടെല്ലാം ഉണ്ടായിരുന്നേ. അപ്പോൾ അതെൻ്റെ പഴയ ചാനലിലായിരുന്നു ആ വീഡിയോ. ഇപ്പോൾ ആ ചാനൽ നഷ്ടപ്പെട്ടു പോയല്ലോ. എന്നാലും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുമായിരിക്കും. എനിക്ക് ആ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല എന്നേ ഉള്ളൂ. ഇപ്പോഴും എൻ്റെ ആ ചാനലിൽ ആ വീഡിയോ കിടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ശാരദേച്ചിൻ്റെ വീട്ടിലെത്തി. ഇതാ ശാരദേച്ചിൻ്റെ പൂന്തോട്ടമെല്ലാം ഒന്ന് കാണാൻ ഇറങ്ങിയതാണ് ഞാൻ. അപ്പം പലതരം വെറൈറ്റി പൂക്കളെല്ലാം ഉണ്ടായിരുന്നു. ഞാൻ ആ പറഞ്ഞ വർഷത്തെ വാർഷികത്തിന് നമ്മളെ ഈ കുളത്തിൽ താമരയെല്ലാം വിരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ആടിലൊന്ന് കറങ്ങി നടന്നിട്ട് നേരെ പിന്നെ നമ്മൾ അടുക്കളയിലേക്ക് കയറി. വാർഷികത്തിൻ്റെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ പൊറോട്ടയും ചിക്കൻ കറിയാണ്. അപ്പം നമ്മൾ ചിക്കൻ കറിക്കുള്ള തയ്യാറെടുപ്പ് തുടങ്ങിയിട്ടുണ്ട്. പൊറോട്ട ഹോട്ടലിൽ ഓർഡർ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ തേങ്ങ വറുത്തരച്ച ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് തേങ്ങ വേഗം എടുത്തുമ്പോൾ ഉരിച്ച് പൊട്ടിച്ചെല്ലാം തന്നിട്ട് ഞാൻ തേങ്ങ ചെരുകിക്കൊണ്ട് നിൽക്കുവാണേ. ബാക്കിയുള്ള സാധനങ്ങളുമായിട്ട് ആൾക്കാർ ഇപ്പോൾ എത്തും, അവർ വാങ്ങാൻ പോയിട്ടുണ്ട്. അപ്പം അപ്പോഴത്തേക്ക് വേഗം കുറച്ച് പണികളെല്ലാം റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം കുറച്ച് തേങ്ങ ചിരകി. പിന്നീട് എടുത്തുമ്പോൾ വേഗം തേങ്ങ ചിരകുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഓരോരാളായിട്ട് ഓരോ ഡ്യൂട്ടി ഇങ്ങനെ ഏറ്റെടുത്തിട്ട് ചെയ്തുകൊണ്ട് നിൽക്കുവാന്ന് കേട്ടോ. അപ്പോൾ ശാരദേച്ചിയുടെ വീട്ടിൽ പിന്നെ ഇപ്പോൾ 2-3 വർഷം അങ്ങനെ ആയിട്ടെ. നമ്മൾ കുടുംബശ്രീയിൽ വന്നതിന് ശേഷം 2-3 പ്രാവശ്യത്തെ വാർഷികവും ശാരദേച്ചീൻ്റെ വീട്ടിൽ നിന്നാണ് ഉണ്ടായത്. കഴിഞ്ഞ വർഷം വേറെ രജനി ചേച്ചിയുടെ വീട്ടിൽ നിന്ന് അങ്ങനെ മാറി കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ വാർഷികത്തിലൊന്നും എനിക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. അങ്ങനെ പിന്നെ ഞാൻ വേഗം ഒരു ട്രിപ്പ് തേങ്ങ വറുക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഒന്നിച്ച് വറുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ പിന്നെ അടുപ്പത്തു നിന്ന് വെക്കുന്ന കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെ ആയിരിക്കില്ലേ അല്ലേ. ശാരദേച്ചിൻ്റെ വീട്ടിൽ നമുക്ക് എല്ലാത്തിനും ഉള്ള സൗകര്യമുണ്ട്. ബാക്കിയുള്ളവരുടെ വീട്ടിൽ സൗകര്യം ഇല്ല എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. മഴക്കാലമല്ലേ, അതുകൊണ്ട് എപ്പോഴാണ് മഴ പെയ്യുകയെന്ന് പറയാൻ പറ്റൂല. ഇത് ഇപ്പോഴും പുറത്ത് മഴ പെയ്യുമെന്ന്. പക്ഷേ മഴയെല്ലാം പെയ്യുമ്പം അതിനുള്ള ഒരു സൗകര്യം ചിലപ്പോൾ എല്ലാ വീട്ടിലും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ശാരദേച്ചിയുടെ പുറത്ത് ഷീറ്റെല്ലാം ഇട്ടതുകൊണ്ട് നമുക്ക് മഴ പെയ്താലും പ്രശ്നമില്ല. അതിൻ്റെ ഇടയിൽ ഞാൻ കാണിച്ചു തന്നെ ഒരു തൊപ്പി പോലത്തെ സംഭവം മഴയത്ത് പോകുമ്പോൾ ഇടുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചിട്ട് മറന്നു ഇനി. പിന്നെ ഇതാ തേങ്ങയെല്ലാം ഞാൻ കുറച്ച് വറുത്തു. അപ്പോഴത്തേക്ക് പിന്നെ ആ ഡ്യൂട്ടി ഏറ്റെടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ കൊണ്ടുവന്നിട്ട് നമ്മൾ ചിക്കൻ വൃത്തിയാക്കി അതെല്ലാം മിക്സ് ചെയ്ത് വെച്ചു. അതൊന്നും പിന്നെ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോഴത്തേക്ക് ശാരദേച്ചി ഇതാ കട്ടൻ ചായ വെച്ച് തന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കട്ടൻ ചായയും മിച്ചറും കഴിക്കലാണ്. പിന്നെ ഓരോരാളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണ് കേട്ടോ. എല്ലാവരും ഒപ്പരം എത്തിയിട്ടില്ല, ഓരോരാളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളവർ നമ്മളെല്ലാവരും കൂടെ നല്ല ചൂട് കട്ടൻ ചായയും മിച്ചറും അതുപോലെ എന്താണ് ശാരദേച്ചി ചക്ക വെച്ചത് പിന്നെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതും എല്ലാം കൂടെ നമ്മൾ കഴിച്ച് ഇങ്ങനെ വർത്താനെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. നമ്മളെ പരിപാടി എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കാണ് നമ്മൾ പരിപാടി പ്ലാൻ ചെയ്തത്. അപ്പോൾ ചിക്കൻ കറിയെല്ലാം ആക്കി വീട്ടിൽ പോയിട്ട് നമുക്ക് നമ്മളെ യൂണിഫോം സാരി ഉടുത്തിട്ട് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതാ വേഗം പരിപാടികൾ നോക്കുവാണ്. അങ്ങനെ ഉള്ളിയും തക്കാളിയെല്ലാം വഴറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ എല്ലാം പുരട്ടി വെച്ച് ചിക്കൻ അതിലേക്ക് തട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി അത് നല്ലോണം വെന്തതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്തരച്ച അരവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എല്ലാവർക്കും അറിയുന്നതല്ലേ സിമ്പിൾ കറി, തേങ്ങ വറുത്തരച്ച കറി. അപ്പോൾ ഇത് ഓരോരാളായിട്ട് മാറി ഇളക്കുന്നുണ്ട്. എല്ലാവരും കൈപ്പുണ്യം, ഒരാളെന്ന് പറയാനില്ല കേട്ടോ, എല്ലാവരും കൈപ്പുണ്യം ചേർന്നൊരു കറിയായിരുന്നു. അങ്ങനെ കറിയെല്ലാമായിട്ട് തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ പകുതിക്ക് എത്തുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഞാനൊരു ഷാൾ എടുത്തിട്ടില്ലാന്ന്. അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഞാൻ ഷാൾ എടുത്തിട്ടാണ് പോയത്. പണിയെടുക്കാൻ തുടങ്ങുമ്പോൾ പിന്നെ ഷാളെല്ലാം അവിടെ അയച്ചു വെച്ചു. എന്തായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ പോയി ചോറ് കൊണ്ടിട്ട് ഇതാ നേരെ നമ്മളെ യൂണിഫോമും എടുത്തിട്ട് ആദ്യം ശാരദേച്ചിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. സമയം ഏകദേശം 3 മണി ആവാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ സാരി കാണാൻ നല്ല ഭംഗിയില്ലേ, നല്ല കളറല്ലേ. നമ്മൾ പോണ വഴിയിൽ വെള്ളമുണ്ട്, അതാ ദേവൂട്ടി പാൻറ്റെല്ലാം ഇങ്ങനെ പൊക്കി വെച്ചത്. അപ്പോൾ നേരത്തെ നമ്മളെ കറിയുടെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ പോയപാടന്നെ ഞാനിത് നമ്മളെ കറീൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി കറിയായിട്ടുണ്ട് കേട്ടോ. കാണാൻ തന്നെ എന്തൊരു ഭംഗിയല്ലേ, കഴിക്കാനും നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ എന്തായാലും നമ്മളെ കറിയെല്ലാം അവിടെ റെഡിയായി. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇതാ ഇങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും കൂടെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഒരേപോലത്തെ സാരി നല്ല കളറെല്ലാമായിട്ട്. അപ്പോഴത്തേക്കും നമ്മളെ പരിപാടീൻ്റെ ഉദ്ഘാടനത്തിനായിട്ട് നമ്മളെ ശൈലേഷ് ബാബുവേട്ടൻ എത്തിയിട്ടുണ്ട്, നമ്മളെ വാർഡ് മെമ്പർ. അതേപോലെ ADSൻ്റെ സെക്രട്ടറി പ്രസിഡൻറ്റ്, അങ്ങനെ അതിൻ്റെ വേണ്ടപ്പെട്ട ആൾക്കാരും ഗോവിന്ദേട്ടനും എല്ലാം എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു 3-3:30 ആകുമ്പോഴത്തേക്ക് നമ്മളെ പരിപാടികളെല്ലാം തുടങ്ങിയിട്ടുണ്ട്. പിന്നെ
എല്ലാത്തിനും ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് വെച്ചാൽ അറിയാമല്ലോ, എല്ലാവരും കൂടെ കൂടുമ്പോഴുള്ള ആ ഒരു ഒച്ചപ്പാടും ബഹളവും കാര്യമെല്ലാം. അതുകൊണ്ടാണ് ഞാനെല്ലാം മ്യൂട്ട് ചെയ്തിട്ട് വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ ഓരോരാളായിട്ട് ഓരോ അതിൻ്റെ ആ ഒരു ഓർഡർ അനുസരിച്ച് ഓരോ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഈശ്വര പ്രാർത്ഥനയായിരുന്നു, അത് ഞാനൊന്ന് കേൾപ്പിച്ചു തരേ. ഈശ്വര പ്രാർത്ഥനയ്ക്ക് ശേഷം പിന്നെ നമ്മളെ പരിപാടി തുടങ്ങി. അപ്പോൾ എനിക്ക് കിട്ടിയ ഡ്യൂട്ടി എന്ന് പറയുന്നത് അനുശോചനം വായിക്കലാണ്. അപ്പം ഞാൻ അനുശോചനം വായിച്ചു. അതിനുശേഷം പിന്നെ നമ്മളെ അനുമോദനം, അതുപോലെ പിന്നെ റിപ്പോർട്ട് അവതരണം, പിന്നെ ഉദ്ഘാടനം, പിന്നെ ആശംസ അറിയിക്കൽ, അതുപോലെ ചർച്ച, അതിനുള്ള മറുപടി, അങ്ങനെയുള്ള കുറേ അതിൻ്റെ ഒരു ക്രമത്തിലുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതെല്ലാം പിന്നെ നടന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉദ്ഘാടനം ചെയ്യാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ വാർഡ് മെമ്പർ ശൈലേഷ് ബാബു ഏട്ടനാണ് കേട്ടോ വന്നിട്ടുണ്ടായിന്. അങ്ങനെ ഓരോരാളെ പ്രസംഗവും കാര്യങ്ങളും അങ്ങനെയെല്ലാം കഴിഞ്ഞു. എല്ലാം ഫുള്ളായിട്ടൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിട്ടില്ല, ചെറിയൊരു വീഡിയോ ഇടാന്നുള്ള രീതിയിൽ അങ്ങനെ ഞാൻ വീഡിയോ എടുത്ത് ബാക്കിയവർ സംസാരിക്കുന്നത് കേട്ടിരിക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ എന്തായാലും നമ്മളെ പരിപാടിയെല്ലാം നല്ല വളരെ ഭംഗിയായിട്ട് തന്നെ നടന്നിട്ടുണ്ടായിന്. അതുപോലെ യൂണിഫോം, എല്ലാവരും യൂണിഫോം ഇട്ടിട്ടുണ്ടായിന്. പിന്നെ ഈ നമ്മൾ യൂണിഫോം വാങ്ങിയതിന് ശേഷമാണ് രജനിയേച്ചിയും സന്ധ്യേച്ചിയും പിന്നെ ശോഭേച്ചിക്ക് വരാൻ പറ്റിയിട്ടില്ല, അവർ ചേർന്നത്. അപ്പോൾ അവർക്ക് യൂണിഫോം ഇല്ല കേട്ടോ, പക്ഷേ കറക്റ്റ് മാച്ചിങ്ങിനുള്ള ചുരിദാർ ഇട്ടിട്ടാണ് രജനേച്ചി സന്ധ്യേച്ചിയും വന്നിന്. അതുകൊണ്ട് തന്നെ നമുക്കൊരു വ്യത്യാസം തോന്നിയിട്ടില്ല കേട്ടോ, എല്ലാവരും സെയിം കളറ്, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ട്യൂഷന് പോകാനുള്ള കുട്ടിയൊക്കെ നമ്മൾ വേഗം ഫുഡ് കൊടുത്തിട്ട് അവരെ വിട്ടിട്ടുണ്ടായിന്. പിന്നെ ഓരോരാളും ഇതാ നമ്മളെ പരിപാടിനെ കുറിച്ച് പറയുന്നതും കുടുംബശ്രീയിലെ ആ ഒരു വാർഷികത്തിനെ കുറിച്ചിട്ടും റിപ്പോർട്ടിനെ കുറിച്ചിട്ടും അങ്ങനെ ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്യലല്ലായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപാട് പിന്നെ നമ്മൾ വേഗം ഇതാ ഫുഡ് കൊടുക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, പൊറോട്ടയും ചിക്കൻ കറിയും ചായയാണ് കേട്ടോ ആക്കിയത്. പിന്നെ നമുക്ക് ഇത്രയും സൗകര്യം ഒരുക്കി തന്ന ശാരദേച്ചിക്ക് ഒരുപാട് താങ്ക്സ് പറയാമെന്ന് നേരിട്ട് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തോ ഭാഗ്യത്തിന് മഴയൊന്നും ഉണ്ടായിട്ട്, അതിന് മഴയുണ്ടെങ്കിലും അവിടുന്ന് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ ചിക്കൻ കറി പൊറോട്ട. അപ്പോൾ പിന്നെ കഴിച്ചവരെല്ലാം നല്ല അഭിപ്രായമാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും നല്ല പരിപാടിയെല്ലാം നല്ല ഗംഭീരമായിട്ട് തന്നെ നടന്നു. എനിക്കിങ്ങനെ ഈ വീഡിയോയിൽ നമ്മളെല്ലാവരും കാണാൻ തന്നെ നല്ല ഭംഗി തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ആ ഒരു കളർ നോക്കിയാട്ടെ നല്ല രസമില്ലേ? അപ്പോൾ അതിന് ശേഷം നമ്മളെ മുത്തും പിന്നെ ഇതളും കൂടി ഒരു പാട്ടെല്ലാം പാടിയിട്ടുണ്ട്. അങ്ങനെ പിള്ളേർക്കും അതുപോലെ നമ്മളെ വന്ന ഗസ്റ്റിനെല്ലാം നമ്മൾ വേഗം ഫുഡ് കൊടുത്ത് വിട്ടു. അതിന് ശേഷം നമ്മൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ഇലയിൽ, നല്ല വാഴയിലയിലാണ് പൊറോട്ടയും ചിക്കൻ കറിയും കഴിക്കുന്നത്. ഇവിടെ സ്നേഹപ്രകടനം നടന്നുകൊണ്ടിരിക്കുവാണ്. വായിൽ വെച്ച് കൊടുക്കാനെല്ലാം ശ്രമിക്കുന്നുണ്ട്, പക്ഷെ കൊടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ചുരിദാർ ആയാലും ആ ഒരു സാരിക്ക് മാച്ചായിട്ടുള്ള കളർ തന്നെ ഇവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, സന്ധ്യേച്ചിക്ക് രജനേച്ചിക്കും. പിന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ ഫോട്ടോസെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ ഫോട്ടോസെല്ലാം എടുത്തു. അതിനുശേഷം ഇതെല്ലാവരും ഓരോ ഭാഗത്ത് ഇരുന്നിട്ട് ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കലാണ്. അപ്പം ഞാനും ലാസ്റ്റ് ഇതാ ഫുഡ് കഴിക്കാനിരുന്നു. നമ്മളെല്ലാവരും ഇത് ലാസ്റ്റ് ട്രിപ്പാണ് കേട്ടോ, എല്ലാവരും കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ എന്തായാലും സൂപ്പർ തന്നെയായിരുന്നു കേട്ടോ. പൊറോട്ടയും പിന്നെ ചിക്കൻ കറി കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല, നല്ല ടേസ്റ്റ് ആയിരുന്നു. ഒരുപാട് ആൾക്കാരെ കൈപുണ്യം കൂടി ചേർന്നൊരു ചിക്കൻ കറിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളിങ്ങനെ വർത്തമാനങ്ങളെല്ലാം പറഞ്ഞ് ഫുഡെല്ലാം കഴിച്ചു. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യത്തെ വാർഷികവും നല്ല രീതിയിൽ തന്നെ നടത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു സന്തോഷമല്ലേ എല്ലാവരും കൂടി ഇങ്ങനെ ചേർന്ന് പാചകവും അത് കഴിഞ്ഞിട്ട് വാചകടിയും അത് കഴിഞ്ഞിട്ട് ഇത് കഴിക്കലും എല്ലാം കൂടെ നല്ല രസമല്ലേ. പിന്നെ ഇത് കഴിഞ്ഞിട്ടാകുമ്പം പിന്നെ ആരാ പാട്ട് പാടിയേ? സന്ധ്യേച്ചി ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ മറ്റേ മ്യൂസിക് വെച്ചതുകൊണ്ട് ഞാനത് ഇവിടെ കേൾപ്പിക്കുന്നില്ല, എനിക്ക് കോപ്പിറൈറ്റ് കിട്ടും. നല്ല അടിപൊളി പാട്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ആരാ? ശാരദേച്ചി പാട്ട് പാടിയിട്ടുണ്ടായിനി. പിന്നെ സന്ധ്യേച്ചിയും ശരണ്യയും കൂടെ പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ പിന്നെ മ്യൂട്ട് ചെയ്തതാണ് കേട്ടോ. പിന്നെ ഇപ്രാവശ്യം പിള്ളേരെ പരിപാടിയൊന്നും ഉണ്ടായിട്ടില്ല, കാരണം കുട്ടികളെല്ലാം വലുതാവുന്നതിന് അവർക്ക് എല്ലാത്തിലും പങ്കെടുക്കാൻ തന്നെ ഭയങ്കര മടിയാണ്.
എല്ലാ കുട്ടികളും വന്നിട്ടും ഉണ്ടായിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾ വലുതാവുന്നതിന് അവർക്ക് ഇതുപോലെയുള്ള പരിപാടികളിലെല്ലാം പങ്കെടുക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുഞ്ഞു കുഞ്ഞു കുട്ടികളെ വന്നിട്ടുള്ളൂ. അവരും നാളെ വലുതാകുമ്പോൾ അവർക്ക് ഇതുപോലെയുള്ള പരിപാടികളിൽ വരാൻ ഭയങ്കര മടിയായിരിക്കും. അങ്ങനെ ആ ശാരദേച്ചിയുടെ പാട്ട് പാടുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര വേറെ ഒച്ചപ്പാടും കാര്യങ്ങളെല്ലാം ആണ്. അതുകൊണ്ടാണ് കേട്ടോ ഞാനത് കേൾപ്പിക്കാത്തത്. പിന്നെ എന്താ ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ ഫോട്ടോഷൂട്ടായിരുന്നു കേട്ടോ. നമ്മൾ എല്ലാവരും കൂടിയുള്ള ഫോട്ടോ എടുത്തു. പിന്നെ ശാരദേച്ചീൻ്റെ പൂന്തോട്ടത്തിലേക്ക് ഇറങ്ങിയിട്ട് പിള്ളേർത് മാത്രമല്ല കുറേ വലിയ ആൾക്കാർക്കും എല്ലാം ഫോട്ടോസ് കുറേ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോഴത്തേക്ക് പിന്നെ കുറേ ആൾ വീട്ടിലേക്ക് പോയി. പിന്നെ ബാക്കിയുണ്ടായ എല്ലാവരും കൂടെ നേരെ പോകുന്നത് തോട്ടിലേക്കാണ്. വെറുതെ തോട്ടിൻ്റെ അടുക്ക പോയിട്ട് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ശാരദേച്ചീൻ്റെ വീട്ടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ തോടുണ്ട്. അപ്പോൾ പിള്ളേരെല്ലാം കൂട്ടിയിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കോമഡിയാണ്. നമ്മൾ പോകുമ്പം ഈ സൈഡിൽ ശാരദേച്ചീൻ്റെ പശുക്കളാണ് കേട്ടോ ഈ കാണുന്നത്. അങ്ങനെ നമ്മൾ പോയി ജസ്റ്റ് അവിടെ നിൽക്കുമ്പോഴത്തേക്കാണ് ഇതാ ശാരദേച്ചീൻ്റെ പശു വരുന്നത്. അങ്ങനെ നമ്മളെ കൂട്ടാണ്ട് നിങ്ങൾ മാത്രം പോകണ്ടെന്നും പറഞ്ഞിട്ട് ശാരദേച്ചീൻ്റെ പശുവും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ശാരദേച്ചി വേഗം അതിനെ തിരിച്ചങ്ങോട്ടേക്ക് തന്നെ പറഞ്ഞയച്ചു. അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ വീഡിയോസും ഫോട്ടോസും എല്ലാം എടുത്തിട്ടുണ്ട്. പിള്ളേർ പിന്നെ വെള്ളത്തിലിറങ്ങാൻ വേണ്ടിയിട്ട് പാൻറ്റെല്ലാം കയറ്റി വെച്ചിട്ട് നിൽക്കുന്നതാണ്. പക്ഷെ നമ്മളവരെ വെള്ളത്തിൽ ഇറക്കിയിട്ടുണ്ടായിട്ടില്ല. നമ്മൾ ഈ സൈഡിൽ നിന്നിട്ട് എല്ലാവർക്കും ഫോട്ടോസെല്ലാം എടുത്തു കൊടുത്തു. ഇപ്പോൾ വലിയ മഴയില്ലാത്തത് കൊണ്ട് തന്നെ തോട്ടിൽ കുറച്ച് വെള്ളം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഭയങ്കര വെള്ളമൊന്നുമില്ല, എന്നാലും വെള്ളമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പിള്ളേരൊന്നും വെള്ളത്തിലേക്കൊന്നും ഇറക്കിയിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ കുറച്ച് സമയം അവിടെ നിന്ന് തോടിൻ്റെ ഭംഗിയെല്ലാം ആസ്വദിച്ച് നമ്മളും ഫോട്ടോസെല്ലാം എടുത്ത് പിന്നെ നേരെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതെല്ലാമായിരുന്നു നമ്മളെ സംഘത്തിൻ്റെ വാർഷിക വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ നല്ല അടിച്ചു പൊളിച്ചു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ വാർഷികാഘോഷം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും അത് കമൻറ്റിലൂടെ നമ്മളെ അറിയിക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.